കേരള PSC എഴുതാൻ പോകുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണ് നമ്മുടെ 2024 LDC പരീക്ഷ ഇങ്ങെത്തിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ LDC പരീക്ഷയിൽ കൃത്യമായി അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ PSC ഒരുപാട് പേര് നമുക്കറിയാം, ഓരോ വർഷവും ഒരുപാട് പേര് PSCയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലെന്തെങ്കിലും സംശയമുണ്ട്, ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നിങ്ങൾ PSCയിൽ അയക്കേണ്ടത്? ഇപ്പോൾ LDC അല്ല, ഏതാണെങ്കിലും ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് PSCയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ്. നിങ്ങൾക്കറിയാം, കേരള PSC തുളസി എന്ന് ഗൂഗിൾ ക്രോമിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ ഇങ്ങനെ ഒരു പേജിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ഈ ഒരു പേജിൽ അവിടെ കാണുന്ന യൂസർ ID, അതുപോലെ തന്നെ രണ്ടാമത്തെ കോളത്തിൽ കാണുന്ന പാസ്വേഡ്, അതുപോലെ തന്നെ മൂന്നാമത്തെ കോളത്തിലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്ന ഈ ഒരു കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഈ മുകളിലുള്ള സാധനത്തിന് അതുപോലെ എന്ത് ചെയ്യണം, ഇതിനകത്ത് കോപ്പി ചെയ്ത് വയ്ക്കുക. ഇത്രയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. എങ്ങനെയാണ് PSCയിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യണമെന്ന് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ എങ്ങനെയാണ് PSCയിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഈ പറഞ്ഞ പോലെ ഗൂഗിൾ ക്രോമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കേരള PSC തുളസി എന്ന് ടൈപ്പ് ചെയ്യുക. ശേഷം നിങ്ങൾ ആദ്യം കാണുന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു ഒഫീഷ്യൽ പേജിലേക്ക്, കേരള PSCയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇങ്ങനെ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് കയറാനായിട്ട് കഴിയും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം കാണുന്ന യൂസർ ID കൃത്യമായിട്ട് യൂസർ ID ടൈപ്പ് ചെയ്യുക. രണ്ടാമത് കൃത്യമായി പാസ്വേഡ് കൊടുക്കുക. മൂന്നാമത് കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നമ്പേഴ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് അടങ്ങിയിട്ടുള്ള ആ ഒരു അക്കങ്ങൾ നിങ്ങൾ വ്യക്തമായി എന്ത് ചെയ്യുക, അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ ബാക്കി കാര്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ നിലവിൽ ഇപ്പോൾ LDC 2024 എന്ന് പറയുന്ന ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സിലബസ് ക്ലാസ്, കൂടാതെ ഈ പറയുന്ന ക്ലാസ് എടുക്കുന്നതായിട്ടുള്ള PDF മെറ്റീരിയൽ, മോഡൽ എക്സാം, മോക്ക് ടെസ്റ്റ്, ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ LDC എക്സാംസിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു കോഴ്സിലേക്ക് കൂടി നിങ്ങളൊന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. കാര്യം നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാകും. അപ്പോൾ ഓരോ ആഴ്ച കഴിയുമ്പോഴത്തേക്കും ആ ആഴ്ചയിലുള്ള എക്സാംസ്, ആ ആഴ്ച എടുത്തിട്ടുള്ള ക്ലാസ്സുകളുടെയൊക്കെ ഒരു എക്സാം ഉണ്ടാവും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ഉണ്ടാവും, മോഡൽ എക്സാം ഉണ്ടാവും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് 200 രൂപയാണ് ഇതിൻ്റെ പേയ്മെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ 200 രൂപ എന്ത് ചെയ്യുക, ഈ പറയുന്ന നമ്പറിലേക്ക് 9961169272 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുക. പേയ്മെന്റ് ചെയ്തിട്ട് പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് എന്ത് ചെയ്യുക, ഇതേ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യും. ആ ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളുടെ മെറ്റീരിയൽസ്, മോഡൽ എക്സാമോ മോക്ക് ടെസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. എൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഇതിനകത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ബാക്കി പ്രൊസീഡിങ്സിൽ അല്ലെങ്കിൽ ബാക്കി എങ്ങനെയാണ് ഈ പറയുന്ന LDCയിലെ ബാക്കി സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള PSC പ്രൊഫൈലിലേക്ക് നിങ്ങൾക്ക് കയറാനായിട്ട് കഴിയും. അതിനുശേഷം നിങ്ങൾ LDCയിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിനകത്ത് നിങ്ങൾക്ക് മൈ പ്രൊഫൈൽ കാണാം, റിക്വസ്റ്റ്, ആധാർ, നോട്ടിഫിക്കേഷൻസ്, മൈ ആപ്ലിക്കേഷൻ, കൺഫർമേഷൻ പോലുള്ള കാര്യങ്ങളെല്ലാം വരും. ഇതിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അതിൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻസ് അപ്ലൈ ഫോർ എ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 46 എഴുതിയിട്ടുണ്ടല്ലോ, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ ടിക്കറ്റ് വരാനായിട്ട് പോകുന്നത് ആ നോട്ടിഫിക്കേഷൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ടാബ് കാണാനായിട്ട് കഴിയും. അതിനകത്തായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ ടിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് വരാനായിട്ട് പോവുക. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, ആ ഒരു നോട്ടിഫിക്കേഷൻസിലേക്ക് ക്ലിക്ക് ചെയ്യാം. നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് സ്റ്റേറ്റ് വൈഡ് ഡിസ്ട്രിക്ട് ഡയറക്റ്റ് ജനറൽ, സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് SR, സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് NC എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോന്നിനകത്തും ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇതിനേക്കാളും ഒക്കെ എളുപ്പമെന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ നോട്ടിഫിക്കേഷൻ ഫോർ എ പോസ്റ്റിൽ കൊടുത്ത ശേഷം കാറ്റഗറി നമ്പർ എത്രയാണോ ആ കാറ്റഗറി നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ കേരള PSCയിലെ LDC 2024 കാറ്റഗറി നമ്പർ ചോദിച്ചാൽ നമുക്കറിയാം 503/50/2023 ആണ്. 503/2023 നമ്മുടെ LDCയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. ആ ഒരു കാറ്റഗറി നമ്പർ എന്ത് ചെയ്യുക, ഈ ഒരു കാറ്റഗറി നമ്പർ എന്ന് പറയുന്ന ബോക്സിൽ കൃത്യമായി അടിച്ച ശേഷം നിങ്ങളിവിടെ ക്വിക്ക് അപ്ലൈ എന്ന് പറയുന്ന ബോക്സിലേക്ക് ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും ക്വിക്ക് അപ്ലൈ ഫോർ 503/2023 ക്ലർക്ക് എന്ന് പറഞ്ഞിട്ട് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്
14 ജില്ലകളിലേക്കുള്ളതുമായിട്ടുള്ള എന്താണ് ക്ലർക്കിന്റെ വേക്കൻസികളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതിന്റെ താഴെ തന്നെ ഇതിനകത്ത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് 3 ജനുവരി 2024. അപ്പോൾ 2024 ജനുവരി മാസം 3-ാം തീയതി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, 3-ാം തീയതിക്ക് അകത്ത് തന്നെ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന LDCയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരം നഷ്ടമാകും. ഓക്കെ, അപ്പോൾ ഏത് ജില്ലയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഏത് ജില്ലയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നുള്ള സംശയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ആ ഒരു വീഡിയോ കൂടി നിങ്ങളൊന്ന് കാണുക. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീൻ എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനം വീഡിയോക്കകത്ത് ഞാനത് മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾ ആ ഒരു വീഡിയോ കൂടി വ്യക്തമായിട്ട് കണ്ട ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ നൗ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, 10th ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ നൗ എന്ന് പറഞ്ഞൊരു ടാബ് കാണാനായിട്ട് കഴിയും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും കാറ്റഗറി നമ്പർ 503/2023 ക്ലർക്ക്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ ഇതിനകത്ത് കാണാൻ കഴിയും. ആ ഫോട്ടോയുടെ താഴെയുള്ള ഡേറ്റ് കാണാനായിട്ട് കഴിയും. നിങ്ങൾ ഒപ്പ് ഇവിടെ കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ അതിനകത്ത് നെയിം ആസ് സീൻ ഓൺ യുവർ ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേര്, ആ ഫോട്ടോയുടെ താഴെ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ ഒരു ഡേറ്റും കൊടുത്തിട്ടുണ്ടാവും. ആ പേരും ഡേറ്റും എക്സാക്റ്റ് അതുപോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മാത്രമേ ഈ ഒരു പേജ് നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര് അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ്, ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഡേറ്റ്, ഇതിനകത്ത് ഇപ്പോൾ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്ത് ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണും. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഈ ടാബുകളെല്ലാം കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ട് വരും. അതിനകത്ത് നിങ്ങൾ ഓരോ ബോക്സുകളായിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. അതിനകത്തൊന്നും വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല. എക്സാക്റ്റ് സംഭവം എന്ന് വെച്ചാൽ ഈ ഫോട്ടോയും ഡേറ്റ് എൻ്റേതാണ്. അതുപോലെ തന്നെ എന്താണ് 10 വർഷം, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഫോട്ടോ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഫോട്ടോ നിങ്ങൾ PSCയിൽ രജിസ്റ്റർ ചെയ്ത് 10 വർഷത്തിനകത്തുള്ള ഫോട്ടോ ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യുക. കൂടെ തന്നെ ആ ഒരു ഡേറ്റും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, വ്യക്തമായി ശ്രദ്ധിക്കുക. ഡേറ്റ് കൂടി നിങ്ങൾ അതുപോലെ തന്നെ കൊടുക്കേണ്ടതായിട്ട് ആവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ മുഖത്തിന് മാറ്റമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫോട്ടോ മാറ്റേണ്ട ആവശ്യമില്ല. പയ്യന്മാരാണെങ്കിൽ താടി മീശയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ വ്യത്യാസമായിട്ട് വരുന്നില്ല. കാര്യം നമ്മൾ ചിലപ്പോൾ ഷേവ് ചെയ്തിട്ടായിരിക്കും, ചിലപ്പോൾ ട്രിം ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എനിക്ക് താടിയുണ്ട്, അതുകൊണ്ട് എൻ്റെ ഫോട്ടോ മാറിപ്പോയി, അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ ആ ഒരു ഫോട്ടോയായിട്ട് സാമ്യം വരുന്ന ഒരു ID കാർഡും കൂടി നിങ്ങൾ കയ്യിൽ വെച്ചേക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഒരു 10 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്, ഫേസിന് ചേഞ്ചസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് ഫോട്ടോ മാറ്റുക. ഇത്രയും നിങ്ങൾ ചെയ്ത ശേഷം അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ബിഗിനേഴ്സിനുള്ള വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദയവായി വീഡിയോ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ PSC എഴുതുന്ന കൂട്ടുകാരിലേക്ക് കൂടി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും നിങ്ങളുടെ ഫോട്ടോ അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ക്ലർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അത് ഡിസ്ട്രിക്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ട്രിക്ട് എന്ന് പറയുമ്പോൾ 14 ജില്ലകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ. ഏത് ജില്ലയിലാണ് നിങ്ങൾക്ക് ജോലി വേണ്ടത്? ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരമാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏത് ജില്ലയിലാണോ നിങ്ങൾക്ക് ജോലി വേണ്ടത് ആ ജില്ല നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡിസ്ട്രിക്റ്റിന്റെ ബട്ടണിൽ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് യു ഹാവ് സെലക്ടഡ് തിരുവനന്തപുരം ഡിസ്ട്രിക്ട്. ദിസ് ചോയ്സ് കനോട്ട് ബി ചേഞ്ച് ആഫ്റ്റർ സബ്മിറ്റിംഗ് ദ ആപ്ലിക്കേഷൻ. നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലേക്കാണ് നിങ്ങൾ ക്ലർക്കിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നിങ്ങൾക്ക് മാറി പരീക്ഷ എഴുതാനായിട്ട് അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലോട്ടല്ലാതെ നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ല എന്നാണ് പറയുന്നത്. സംഭവം വേണമെന്നില്ല, നമ്മളിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ വേക്കൻസി ശ്രദ്ധിക്കുക, കട്ട് ഓഫ് ശ്രദ്ധിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഒരു ജില്ലയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓക്കെ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റാൻ കഴിയത്തില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലാണ് അപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾക്ക് ആദ്യത്തെ 5 വർഷം നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ വേണം ജോലി ചെയ്യാനായിട്ട്. അതിനുശേഷം നിങ്ങൾക്ക് ജില്ല ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ 5 വർഷം ജോലി ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ജില്ല ചേഞ്ച് കൊടുത്തിപ്പോൾ കൊല്ലത്ത് പോവുകയാണ്. പക്ഷെ അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സീനിയോറിറ്റി കിട്ടത്തില്ല, നിങ്ങളെ വീണ്ടും ജൂനിയർ ആയിട്ട് തന്നെ കണക്കാക്കും. അതുകൊണ്ട് ഏത് ജില്ലയിലാണോ, ഞാൻ പറയുന്നത് നിങ്ങളുടെ ഹോം ടൗൺ ഏതാണോ അവിടെ തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് പിന്നീട് എപ്പോഴെങ്കിലും മാറിയേക്കാം. നമുക്ക് ആ ഒരു തുടക്കത്തിന്റെ ആവശ്യത്തിലൊക്കെ തോന്നും, പിന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എന്തായാലും തിരുവനന്തപുരം അപ്ലൈ ചെയ്യാനായിട്ട് പോയാണ്. തിരുവനന്തപുരം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം തന്നെ ആർ യു ക്വാളിഫൈഡ് ഫോർ ദ പോസ്റ്റ്, ക്വാളിഫൈഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ ഞാൻ എന്ത് കൊടുക്കുന്നു, യെസ് ഞാൻ ക്വാളിഫൈഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട്, ഇതിനകത്ത് യെസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് മാറ്റാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ക്വാളിഫൈഡ് ആണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ബാക്കി ക്വാളിഫിക്കേഷൻസ് 10th ലെവൽ ക്വാളിഫിക്കേഷൻ ആണ്, SSLC എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നമ്മുടെ ഡിക്ലറേഷൻസ്, നമുക്ക് NCC ഉണ്ടോ, സ്പോർട്സ് ഉണ്ടോ, എക്സ് സർവീസ് മാൻ ആണോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അതെല്ലാം കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ എക്സാമിനേഷൻ സെന്ററിന്റെ പ്രിഫറൻസ് അത് ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഡിസ്ട്രിക്റ്റും താലൂക്കും കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് നിങ്ങളുടെ എക്സാമിനേഷൻ സെന്റർ എന്നുള്ള കാര്യം കൂടി നിങ്ങളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനത് എക്സാമിനേഷൻ സെന്റർ ഞാൻ തിരുവനന്തപുരമാണ് കൊടുക്കാൻ പോകുന്നത്. തിരുവനന്തപുരത്ത്
ഇവിടെ വയ്ക്കാം. ഇപ്പോൾ തിരുവനന്തപുരം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും തിരുവനന്തപുരത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ കൊടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഞാനെന്താ കൺഫർമേഷൻ കൊടുക്കുന്ന കാര്യങ്ങളും വീണ്ടും ഓക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നു. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സർട്ടിഫൈ ദാറ്റ് എബവ് ഡേറ്റാസ് ആർ കറക്റ്റ്, മുകളിൽ പറഞ്ഞിട്ടുള്ള ഡേറ്റാസ് എല്ലാം കറക്റ്റ് ആണ്, എൻ്റെ ശരിയായിട്ടുള്ള നോളജിൽ പറയുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡിക്ലറേഷൻ കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഓക്കെ കൊടുക്കുന്നു. ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കാൻ നേരത്ത് ഞാൻ അപ്ലൈ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഒന്നും കൂടി പറയുന്നുണ്ട്. കണ്ടല്ലോ, ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഡേറ്റാസ് എല്ലാം എക്സാക്ട്ലി ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, അവസാനം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വീണ്ടും ഒരിക്കൽ കൂടി കൺഫേം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ടിക്ക് ചെയ്യുന്നു. ശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന് കൊടുക്കാൻ നേരത്ത് യുവർ ആപ്ലിക്കേഷൻ ഹാവ് ബീൻ സബ്മിറ്റഡ്, നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ കണ്ടല്ലോ, ഇതിനകത്തിപ്പോൾ നമ്മുടെ എൽ ഡി ക്ലർക്കിനേക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാനും കഴിയും അല്ലേ. അപ്പോൾ ഈ ഒരു തരത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന LDCയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുവരെ അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ജില്ലകളുടെ കാര്യങ്ങളോട് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ LDC പഠിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ നിലവിൽ ഇപ്പോൾ LDC 2024 ക്ലാസ്സുകൾ എടുത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ 200 രൂപയാണ് അതിൻ്റെ പേയ്മെന്റ് ആയിട്ടുള്ളത്. അപ്പോൾ 200 രൂപ നിങ്ങൾ എന്ത് ചെയ്യുക, 9961169272 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഒരു LDCയുടെ ബാച്ചിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന ബാച്ചിനകത്ത് നമ്മുടെ യൂട്യൂബിനകത്ത് കൊടുക്കുന്ന എല്ലാ ക്ലാസ്സുകളുടെ നോട്ട്സ്, PDF മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ മാക്സിമം നമ്മുടെ LDC പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, ഈ പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ കാണാം. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ LDC പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാരിലേക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. പുതിയൊരു ക്ലാസ്സും അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമുക്ക് നോളജ് ഫാക്ടറി PSC എന്ന് പറഞ്ഞ ഈ ചാനൽ തന്നെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.